ഹായ് ഹലോ. അപ്പോൾ ഹംപിയിലൊരു പുതിയൊരു ദിവസത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പോകുന്നത് ഹംപിയിലെ മ്യൂസിക് പില്ലറൊക്കെയുള്ള അമ്പലത്തിലാണ്. അതിൽ വിജയ വിട്ടാല ടെമ്പിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആ പോകുന്ന വഴിയിലുള്ള അമ്പലത്തിൻ്റെ അടുത്ത് എത്താനാകുമ്പോഴൊരു കുളമാണിത് കേട്ടോ. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ അവിടെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ഇവിടുന്ന് ഇവരെ ഇലക്ട്രിക് കാറുണ്ട്, ആ ചെറിയ സംഭവമില്ലേ, അതിലേക്ക് നമുക്ക് പോകാൻ പറ്റും. പക്ഷെ അവിടെ നല്ല തിരക്കായതുകൊണ്ട് ക്യൂ നിൽക്കേണ്ടതുകൊണ്ട് നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് നമ്മൾ വണ്ടി വെച്ചിട്ട് പാർക്ക് ചെയ്ത് നടക്കാൻ. അപ്പോൾ ആ വഴിയിലുള്ളൊരു സംഭവമാണിത്. ഈ കുളം ഫുള്ള് വറ്റി വരണ്ടിട്ടാണ് ഉള്ളത് ഇപ്പോൾ. അപ്പോൾ ഇവിടെ ഫുള്ള് കല്ലിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണല്ലോ. ഹംപി എന്ന് പറയുന്നത് മെയിൻ ഇത് തന്നെയാണല്ലോ. അങ്ങ് ദൂരെ കാണുന്ന അമ്പലം, അവിടെയാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല കാറ്റാണ്, നല്ല ചൂടുമുണ്ട്. പോകുന്ന വഴിക്ക് 2 സൈഡിലായിട്ട് ഇങ്ങനെയുള്ള കൽത്തൂണുകളുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം ഈ കൽത്തൂണുകളുണ്ട്. ഇപ്പുറത്ത് അതിലൂടെ ഇവരെ വണ്ടിയിൽ കൊണ്ടുവന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ കൽത്തൂണുകൾ ഇടയിലൂട്ടിയാണ് നടന്നിട്ട് പോകുന്നത്. അപ്പുറത്ത് വേറെ ഒരു വഴിയുണ്ട്, പക്ഷേ ഇതിലൂടെ ഇറങ്ങുമ്പോൾ ഒരു രസം. ഇത് ഇങ്ങനെ കാണുന്ന രസമാണ്. ഇത് ഫുള്ള് ഇവിടെ എത്ര ഇതിലാണ് ഉള്ളതെന്നുള്ളത് മനസ്സിലായി. ഞാൻ പറഞ്ഞ ഹംപി എന്ന് പറഞ്ഞാൽ എത്രയോ ഏക്കർ കണക്കിന് പരന്ന് കിടക്കുന്നതെന്ന് പറഞ്ഞ പോലെ ഇവിടെ ഫുള്ള് കല്ലിനെ കൊണ്ടുള്ള പരിപാടി ഞാൻ കാണിച്ചത്. ഇതിൻ്റെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കണ്ടിട്ടില്ല, പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കല്ലുകൾ കൊണ്ട് പലതും ഇങ്ങനെ കെട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ഈ ക്ഷേത്രങ്ങളായാലും ഇതായാലും കല്ലുകൾ കൊണ്ട് ഇങ്ങനെ കെട്ടിയ ഗോപുരങ്ങൾ പോലെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നതല്ലേ, പണ്ടത് സിമെൻറ്റോ അല്ല ചുണ്ണാമ്പോ ഒന്നും തേക്കാണ്ട് വരെയുള്ള കാര്യങ്ങൾ വേണ്ടിയുള്ളത്. ഇതുണ്ടോ, അതായത് ഗ്രാവിറ്റീൻ്റെ ഒരു ലെവലിലാണ് ഇത് ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു. ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള പല കൺസ്ട്രക്ഷനും ഉണ്ട്, അത് ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഉണ്ടോ. ഇങ്ങനെ ചെറിയൊരു കല്ല് വെച്ചിട്ട്, ഇത് നമ്മളിപ്പം വെച്ചതൊന്നുമല്ല കേട്ടോ, കാരണം ഇത് എത്രയോ കാലം പഴക്കമുള്ളതുണ്ടാവും. ഇത് ഈ ഒരു ബാലൻസ് ചെയ്യേണ്ടി ഇത് അനങ്ങൂലുണ്ടാവും. ഇതിന് ഇനിയൊരു സിമെൻറ്റോ കാര്യങ്ങളോ ഒന്നും തേക്കേണ്ട ആവശ്യമില്ല, അത്രയും സ്ട്രോങ് സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള പരിപാടികളാണ് ഇവിടെ ഹംപിയിൽ മുഴുവനായിട്ടും കാണാൻ പറ്റുന്നത് കണ്ടോ. ഇതിപ്പോൾ ഞാൻ ഇവരെ ഒരു ഇതിൽ മാത്രമുള്ള ഒരു നിലയിൽ മാത്രം കെട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള കെട്ടിയിട്ട് ഇവർ കല്ലുകൊണ്ടാക്കിയ നിർമ്മിതികളുണ്ട് കണ്ടോ. ഫുള്ള് ഗ്രാവിറ്റിയും പരിപാടിയും കാണുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്തിട്ട് വെച്ചിട്ട് വേറെ ഒരു ഇതിലും ഈ ഒരു കല്ലിന്ന് 3 സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ നോക്കിയിട്ട് അതിൻ്റെ ലെങ്ത്ത് ബാലൻസ് ചെയ്യണം, ആ ഒരു തൂണിൽ ഇതിങ്ങനെ ആവണം, എന്നിട്ട് ഈ 3 അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. എന്നിട്ട് അതിൻ്റെ അടുത്ത് സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് കണ്ടോ. ചില അത്ഭുതമാണ്. അത്ഭുതം വെച്ചാൽ അത്ഭുതം പറഞ്ഞാൽ പോരാ. കാരണം നമ്മുടെ നാട്ടിലൊക്കെ 1500 രൂപ കൊടുത്തിട്ട് ഒരിക്കൽ പണിക്കാരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ എത്ര കല്ലാണ് വെക്കുക. അപ്പോൾ ഇതൊക്കെ എത്ര നാളുകൊണ്ട് കെട്ടിയതായിരിക്കും, ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അപ്പോൾ ഇവർ കെട്ടിയത് മീൻസ് നമ്മളെ ഈ ആൾക്കാർ വെച്ചിട്ടാണ് അത് കെട്ടുന്നുണ്ടെങ്കിൽ എത്ര നാളെടുക്കും. പക്ഷേ ഇവർ കെട്ടിയത് അറിയാമല്ലോ, ഏകദേശം എത്ര കൊല്ലം കൊണ്ടാണ്, എത്ര വർഷങ്ങൾ കൊണ്ടാണ് ഇത്രയും വലുത് കെട്ടിയതാണ്. അതൊരു അത്ഭുതം തന്നെയാണല്ലോ അല്ലേ. അന്നേരം എന്താ പറയുക, ഫുൾ കൈപ്പണി തന്നെ ആയിരിക്കുമല്ലോ, അല്ലാണ്ട് വേറെ മെഷീനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട്. അതാണ്, ഇതാണ് അമ്പലം. നമ്മളങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു ടിക്കറ്റ് മുറിക്കണം. ഒരാൾക്ക് 40 രൂപയായിട്ടാണ് തോന്നുന്നത് ചാർജ് വരുന്നത്. നമ്മൾ ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് എടുക്കാം. അപ്പോൾ ആ 40 രൂപ ടിക്കറ്റ് കൊണ്ട് നമുക്ക് പിന്നെ വേറെ ഇവിടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും എൻട്രൻസ് ഫീസായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ചെറുപ്പം തൊട്ടേ 50 രൂപ നോട്ടിൽ കാണുന്ന ഒരു കല്ലുകൊണ്ട് നിർമ്മിച്ചൊരു രൂപം ഉണ്ടല്ലോ, ആ രൂപമാണ് ഇത്. ഇത് ഹംപിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ലൈഫിൽ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഇത് ഈ അമ്പലത്തിനുള്ളിലുള്ളൊരു ചെമ്പകമാണ് കേട്ടോ. ഇത് ഏകദേശം അവർ പറഞ്ഞു വെച്ചാൽ 100 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് എന്നാണ് ആ മരത്തിൻ്റെ ഇത് പറയുന്നത്. അങ്ങനെയാണ് എന്തോ ആണ്, നല്ല വർഷം പഴക്കമുള്ളൊരു ചെമ്പകമാണ്. ഇവിടെ നോക്കിയിട്ട് ഒരു മഴയോ വെള്ളമോ ഒന്നുമില്ല കുറേ കാലത്തേക്ക്. അന്നേരം ഇങ്ങനെ ഒരു വാടാണ്ട് ഇങ്ങനെ നിൽക്കുന്നതെന്നുള്ളത് നമുക്ക് ഇതുവരെയായിട്ടും മനസ്സിലായിട്ടില്ല. ഇങ്ങനെ കുറേ സമയം ആ മരവും നോക്കി ഇങ്ങനെ ചിന്തിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എന്ന് വെച്ചാൽ അമ്പലത്തിൻ്റെ പല സൈഡിലാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് റിട്ടേൺ പോകുന്നത് നമ്മൾ പറഞ്ഞ ഇലക്ട്രിക് കാറിലാണ് കേട്ടോ. അതിലൊരാൾക്ക് 20 രൂപയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് ലോട്ടസ് മഹൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇതാണ് ലോട്ടസ് മഹൽ കേട്ടോ. പിന്നെ ഇത് കാണുന്നില്ല, ഇത് ആനകൾക്ക് വേണ്ടിയിട്ട് മാത്രം രാജാവ് ഒരുക്കി വെച്ച സ്ഥലമാണ്. ഇവിടെയാണ് ഇതിൻ്റെ ഓരോ ഉള്ളിലും ആനകളാണ് ഉണ്ടാവല്. അത് കഴിഞ്ഞിട്ട്
നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വന്നു. ഇവിടെയൊക്കെ കയറേണ്ടിയിട്ട് ചിലയിടക്ക് എൻട്രി പാസ് ഉണ്ടാവും. ഈ എൻട്രി പാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്തൊരു ടിക്കറ്റ് ഉണ്ടല്ലോ 40 രൂപേൻ്റെ, ആ ടിക്കറ്റ് മതി നമുക്ക് എവിടെ ഹംപിയിൽ ഈ ടിക്കറ്റ് വെച്ചിട്ട് കയറുന്ന എവിടെ കയറണമെങ്കിൽ ആ ഒറ്റ ടിക്കറ്റ് മതി, നമ്മൾ വേറെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ടോ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ കല്ലിൻ്റെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്തിട്ട് വെച്ചത് കേട്ടോ. ഇത് നേരത്തെ പറഞ്ഞ പോലെയല്ല, മീൻസ് എന്താ ചെയ്യുക, നമ്മൾ മുകളിൽ ഫുള്ള് കവർ ചെയ്തിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇവിടെ പൊളിഞ്ഞു പോയിട്ട് ഇത് നമ്മൾ ആധുനിക മനുഷ്യർ എന്താ പറയുക സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സപ്പോർട്ട് കൊടുത്താൽ പൊട്ടിയെടുക്കുക, കണ്ടാ ഇടിഞ്ഞ് വീണെടുക്കുക. നല്ല വെയിലുള്ള സമയത്തായിരുന്നു എത്തി. നമ്മൾ ഞാൻ പറഞ്ഞ ബൈക്കിലെത്തി. നമ്മളെ ബൈക്കാണ് ഹംപിയിലേക്ക്, എൻ്റെ വണ്ടിയാണ് കേട്ടോ. കേരളത്തിൽ നിന്ന് ഇവിടെ വരെ എത്തിയിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ വണ്ടി വെച്ചിട്ട് ഫോട്ടോസ് എടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിളാണ് കേട്ടത്. ഇത് ആരുടെ സിനിമയിലൊക്കെ ഉള്ളത്, ഇവർ ട്രഷർ ഉണ്ട് വെച്ചിട്ട് അവിടെ നിന്ന് ഓട്ടോ പിടിച്ചിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങോട്ടേക്ക് ഓടി വരുന്നില്ല, ഇവിടെ ആ സിനിമയിലുള്ള ലൊക്കേഷൻ. അപ്പോൾ ഇത് അണ്ടർഗ്രൗണ്ട് എന്താ പറയുക ശിവ ടെമ്പിൾ എന്ന് പറയാൻ കാരണം വെച്ചാൽ ഇവിടെ ഫുള്ള് വെള്ളത്തിൽ നിൽക്കുന്ന ഒരു ടെമ്പിളാണ്. ഈ ഏരിയ ഫുള്ള് വെള്ളത്തിൽ കിടക്കുക. ഇപ്പോൾ നല്ല വെയിലാണ്, അപ്പോൾ ഇവിടെ വെള്ളം പറ്റിയിട്ടൊക്കെ കുറേ കാലമായി. പക്ഷേ ഞാൻ പറയാൻ കാരണം ഇതിൻ്റെ തൂണിങ്ങനെ നോക്ക്, ഇത് നല്ലതാ. ഇത് ഇവിടെ മാത്രം കളർ ചേഞ്ച് ചെയ്യണ്ട. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടം വരെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്ന സ്ഥലമായിരുന്നു മനസ്സിലായി. ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ടായിരിക്കും. ഇപ്പോൾ മഴക്കാലം വെച്ചാൽ ഇവിടം വരെ ഇനി വെള്ളം നിറയേണ്ടത് ഏത് കാലത്താവുമെന്നൊന്നും അറിയില്ല. പക്ഷെ അതാണ് കണ്ടോ ഈ തൂണിൽ ഫുള്ളായിട്ട് ഫുള്ളായിട്ട് കാണിച്ചത് ഉണ്ടോ. അപ്പോൾ ഈ ഇത് നമ്മൾ സാധാരണ ഭൂനിരപ്പിൽ നിന്ന് കുറച്ചും കൂടി താഴത്തോട്ടൊക്കെ ആയിട്ടാണെങ്കിൽ അമ്പലം ഫുള്ളായിട്ട് വരുന്നത്. അതാണ് അണ്ടർഗ്രൗണ്ട്, അങ്ങനെ തന്നെ പറയുന്നത് കേട്ടോ. ഇത് ശിവ ടെമ്പിളാണ്. അപ്പോൾ അണ്ടർഗ്രൗണ്ട് എന്ന് പറയും. ഇവിടെ പ്രതിഷ്ഠയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നന്ദിയുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇപ്പോൾ ഇങ്ങനെ തുറന്നിട്ട് വെച്ചിട്ടുള്ളത്. ഇവിടെ വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. ഓക്കെ, അപ്പം ഇങ്ങനെ എത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും. പക്ഷേ ഇതെല്ലാം യുദ്ധകാലത്ത് പൊട്ടിച്ച്, ഇതെല്ലാം അത്രയും സ്ട്രോങ് ഉള്ളത് അങ്ങനെ ഇങ്ങനെ പൊട്ടിച്ച് ഇന്ത്യക്ക് തന്നെ എത്ര പാടുപെട്ടിട്ടുണ്ടാവും നോക്കിയാട്ടെ. അതായിരുന്നു ആദ്യത്തെ പേര്. ഇപ്പോൾ എല്ലാവരും പറയുന്നത് അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെന്ത് ചെയ്യുന്നത്, നമ്മൾ റോഡ് സൈഡിൽ നോക്കുമ്പോൾ കാണുന്നുണ്ടോ ഭൂമി നിരപ്പിൽ നിന്ന് താഴത്തായിട്ടാണ് എന്തുള്ളത് ആ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്.